വിശ്വാസമെന്നത് ആശയുടെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങൾ ഉണ്ടെന്നുള്ള ബോധ്യവും. വിശ്വാസമെന്നത് ആശയുടെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങൾ ഉണ്ടെന്നുള്ള ബോധ്യവും. വിശ്വാസം വിശ്വാസം കേൾവിയാൽ, കേൾവി ക്രിസ്തുവിൻ വചനത്താൽ. വിശ്വാസം വിശ്വാസം കേൾവിയാൽ, കേൾവി ക്രിസ്തുവിൻ വചനത്താൽ. വിശ്വാസത്താൽ ദൈവവാഗ്ദത്തം സ്വന്തമാക്കാൻ, വിശ്വാസത്താൽ പ്രായം കവിഞ്ഞിട്ടും മകനുണ്ടാകാൻ. വിശ്വാസത്താൽ ദൈവവാഗ്ദത്തം സ്വന്തമാക്കാൻ, വിശ്വാസത്താൽ പ്രായം കവിഞ്ഞിട്ടും മകനുണ്ടാകാൻ. അബ്രഹാമിൻ വിശ്വാസം പോലെ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അബ്രഹാമിൻ വിശ്വാസം പോലെ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഹല്ലേലൂയ. വിശ്വാസം വിശ്വാസം കേൾവിയാൽ, കേൾവി ക്രിസ്തുവിൻ വചനത്താൽ. വിശ്വാസം വിശ്വാസം കേൾവിയാൽ, കേൾവി ക്രിസ്തുവിൻ വചനത്താൽ. വിശ്വാസത്താൽ ചെങ്കടൽ രണ്ടായി പിളർന്നു, വിശ്വാസത്താൽ യെരിഹോവിൻ മതിൽ തകർന്നു വീണു. വിശ്വാസത്താൽ ചെങ്കടൽ രണ്ടായി പിളർന്നു, വിശ്വാസത്താൽ യെരിഹോവിൻ മതിൽ തകർന്നു വീണു. മോശയിൻ വിശ്വാസം പോലെ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. മോശയിൻ വിശ്വാസം പോലെ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. വിശ്വാസം വിശ്വാസം കേൾവിയാൽ, കേൾവി ക്രിസ്തുവിൻ വചനത്താൽ. വിശ്വാസം വിശ്വാസം കേൾവിയാൽ, കേൾവി ക്രിസ്തുവിൻ വചനത്താൽ. വിശ്വാസമെന്നത് ആശയുടെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങൾ ഉണ്ടെന്നുള്ള ബോധ്യവും. വിശ്വാസമെന്നത് ആശയുടെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങൾ ഉണ്ടെന്നുള്ള ബോധ്യവും. വിശ്വാസം വിശ്വാസം കേൾവിയാൽ, കേൾവി ക്രിസ്തുവിൻ വചനത്താൽ. 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 രണ്ടായിരത്തി 2013 ദൈവം ഹോപ്പ് ഇൻ ജീസസ് പാർട്ട്നേഴ്സിനും ഹോപ്പ് ഇൻ ജീസസിൻ്റെ സഭയിലുള്ള എല്ലാവർക്കും ദൈവം നൽകുന്ന വാഗ്ദത്തം, ദൈവത്തിൻ്റെ വിശ്വസ്തത അനുഭവിക്കുന്ന വർഷമായിരിക്കും 2013. 2013 ദൈവത്തിൻ്റെ വിശ്വസ്തത അനുഭവിക്കുന്ന വർഷമായിരിക്കും. ഇറ്റ് ഈസ് എൻ ഇയർ വെയർ ദ പാർട്ട്നേഴ്സ് ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഹോപ്പ് ഇൻ ജീസസ് മിനിസ്ട്രി വിൽ എക്സ്പീരിയൻസ് ഗാഡ്സ് ഫെയ്ത്ത്ഫുൾനെസ് ഇൻ യുവർ ലൈഫ്സ്. വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ ഉറക്കെ പറയാം.
വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 23-ാമത്തെ വചനം. Lamentations chapter 3 verse 23. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 23-ാമത്തെ വചനം. Great is your faithfulness. നിന്റെ വിശ്വസ്തത വലുതാകുന്നു. ഒരുപക്ഷെ 2012 മുഴുവൻ നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചു കാണും, ഒത്തിരി യാചിച്ചു കാണും, ഒത്തിരി മീറ്റിങ്ങിൽ പങ്കെടുത്ത് കാണും, ഒത്തിരി ദൈവദാസന്മാരടുത്ത് പോയി കാണും, ഒത്തിരി ഉപവസിച്ച് കാണും. എന്നിട്ടും പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചില്ല എന്ന് നിങ്ങൾ തോന്നുമ്പോൾ ദൈവം ഇന്ന് നിങ്ങളോട് പറയുന്നു, ഭയപ്പെടേണ്ട മകളെ, ഭയപ്പെടേണ്ട മകനെ, നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഉത്തരം 2013 വരും. കാരണം എൻ്റെ വിശ്വസ്തത നിങ്ങൾ അനുഭവിക്കുന്ന വർഷമായിരിക്കും. ഓ ഹല്ലേലൂയ. ശാന്ത റബ റിസോ കോറിയ റന്തരബേ. ബൈബിളിൽ ഇത് അങ്ങനെ തന്നെയായിരുന്നു. ബൈബിളിലെ എല്ലാ മഹാന്മാർക്കും യേശുവിനെ അനുഗമിച്ചവർക്കും അവർ ഓരോ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്തത അനുഭവിച്ചു. ദൈവം പെട്ടെന്ന് 2013 ആകുമ്പോൾ വിശ്വസ്തനാകുന്നു എന്നല്ല ഇതിൻ്റെ അർത്ഥം. കാരണം ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല. യേശുക്രിസ്തു എന്നേക്കും അനന്യൻ തന്നെ. അവൻ ആദ്യം മുതൽ അന്ത്യം വരെ അവൻ വിശ്വസ്തൻ തന്നെ. പക്ഷേ ദൈവത്തിൻ്റെ വിശ്വസ്തത അനുഭവിപ്പാൻ ഓരോ കാലഘട്ടം ഉണ്ടായിരുന്നു. ആമേൻ പറയാമോ? ദൈവത്തിൻ്റെ വിശ്വസ്തത അനുഭവിപ്പാൻ ഓരോ കാലഘട്ടം ഉണ്ട്. വിശ്വസ്തത എന്ന ക്യാരക്ടർ അനുഭവിക്കണമെങ്കിൽ തന്നെ കാലഘട്ടം വേണം. ഉദാഹരണത്തിന്, ഒരാൾ നിങ്ങളുടെ കയ്യിൽ നിന്നും 1,00,000 രൂപ കടം വാങ്ങിച്ചു എന്നിരിക്കട്ടെ. ഓക്കെ, 1,00,000 രൂപ, 1,00,000 രൂപ കടം വാങ്ങിച്ചു. അദ്ദേഹം 1 വർഷം കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞു. 1 വർഷം കഴിഞ്ഞ് കൃത്യമായിട്ട് അദ്ദേഹം ആ ഡേറ്റിന് 1,00,000 രൂപയും ബാങ്ക് പലിശയും തന്നു എന്നിരിക്കട്ടെ. നിങ്ങൾ അദ്ദേഹത്തെ എന്താ വിളിക്കുക? നിങ്ങൾ എന്ത് വിളിക്കും? വിശ്വസ്തൻ. അപ്പോൾ അദ്ദേഹത്തെ വിശ്വസ്തൻ എന്ന് വിളിക്കാൻ കാരണം 1,00,000 രൂപ രാവിലെ വാങ്ങിച്ചു കൊണ്ടുപോയി വൈകുന്നേരം തന്നാൽ നിങ്ങൾ അത്രയ്ക്ക് പറയുമോ അവൻ നല്ല വിശ്വസ്തനാന്ന് പറയുമോ? അവൻ വാങ്ങിച്ചു തന്നു, അവൻ ഓക്കെയാണ്. പക്ഷെ 1 വർഷം കഴിഞ്ഞ് അവൻ പറഞ്ഞിരുന്ന സമയത്ത് പറഞ്ഞ തുക തരുമ്പോൾ വിശ്വസ്തൻ, അവൻ നല്ല വിശ്വസ്തൻ എന്ന് പറയുന്നതിൻ്റെ റീസൺ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. There was a period when the promise came and when the faithfulness was completed or when the promise was done. ഒരു വാഗ്ദത്തം ചെയ്യുന്ന ആ ദിവസം മുതൽ ആ വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിക്കുന്നത് വരെ ഒരു കാലഘട്ടമുണ്ട്. ആ വാഗ്ദത്തം ലഭിക്കുമ്പോഴാണ് നിങ്ങൾ ഉറക്കെ പറയാൻ പോകുന്നത്, എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവം. 2013 നിങ്ങളുടെ ജീവിതത്തിലെ വാഗ്ദത്തങ്ങൾ ലഭിക്കുന്ന വർഷമായിരിക്കും. നിങ്ങൾ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പറയും, എൻ്റെ യേശു വിശ്വസ്തൻ. വിശ്വസിക്കുന്നവർ ഉറക്കെ രാമൻ പറയാം. പുതിയ നിയമ വിശ്വാസികളായ നമ്മൾ എങ്ങനെ ദൈവത്തിൻ്റെ വിശ്വസ്തത അനുഭവിക്കും? ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 10-ാമത്തെ അധ്യായം അതിൻ്റെ 23-ാമത്തെ വചനം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 10-ാമത്തെ അധ്യായം അതിൻ്റെ 23-ാമത്തെ വചനം. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ച് കൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ അല്ലോ. ഒരാളെ നമ്മൾ വിശ്വസ്തൻ എന്ന് പറയണമെങ്കിൽ അദ്ദേഹം ഒരു വാഗ്ദത്തം നൽകണം. To call a person being faithful, he has to give a promise and he has to do or fulfill the promise on time. വാഗ്ദത്തം ചെയ്യുകയും ആ വാഗ്ദത്തെ തക്ക സമയത്ത് നിറവേറ്റുകയും ചെയ്യുന്ന ഒരാളെയാണ് വിശ്വസ്തൻ എന്ന് പറയുന്നത്. ആമേൻ. ബൈബിൾ ഉടനീളം ദൈവം അനേക വാഗ്ദത്തങ്ങളാണ് നൽകിയത്. അനേക വാഗ്ദത്തങ്ങൾ. ആ വാഗ്ദത്തങ്ങൾ നിറവേറുമ്പോഴാണ് ദൈവം വിശ്വസ്തൻ എന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഒക്കുന്നത്. അങ്ങനെ അനുഭവിക്കുന്ന ഒരു വർഷമായിരിക്കും 2013. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വചനം. 2 Corinthians 1:20. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട്, ദൈവം അത് ഉവ്വ് എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നത് കൊണ്ട് മാത്രം ഒരു വ്യക്തി ദൈവത്തിൻ്റെ വിശ്വസ്തത
അനുഭവിക്കത്തില്ല. ബൈബിൾ പഠിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അനേകം ഉണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അനേകമുണ്ട്. അത് ഉവ്വ് എന്ന് ദൈവം പറഞ്ഞിരിക്കുവാണ്. പക്ഷെ അത് നമ്മൾ അനുഭവിക്കണമെങ്കിൽ ആമേൻ എന്ന് പറയണം. നല്ലൊരു ഉദാഹരണം പറഞ്ഞുതരാം. രണ്ടുപേരുടെ വിവാഹം നിശ്ചയിക്കുക എന്ന് ചിന്തിക്കുക. ഒന്ന് ഇമാജിൻ ചെയ്യുക. രണ്ടുപേരെന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും. രണ്ടുപേരുടെ വിവാഹം നിശ്ചയിക്കുമ്പോൾ സാധാരണഗതിയിൽ ആ വീട്ടിലെ കാരണവന്മാരോ അല്ലെങ്കിൽ മാതാപിതാക്കളോ ഇരുന്ന് വിവാഹം ഉറപ്പിക്കും. അപ്പോൾ വിവാഹം ഉറപ്പിക്കുമ്പോൾ പെൺകുട്ടിയുടെ മമ്മിയും പപ്പായും പറയുന്നത് എന്തായിരിക്കും? ഞങ്ങൾ ഞങ്ങളുടെ മകളെ ആർക്ക് തരികയാണ്? നിങ്ങളുടെ മകന് ഞങ്ങൾ തരികയാണ്. വാഗ്ദത്തമാണ്, പ്രോമിസ്. തന്നോ? കൊടുത്തോ? ഫിക്സ് ചെയ്യുന്നതേ ഉള്ളൂ. തരികയാണ് എന്ന് പറയുകയാണ്. ഉടനെ ആൺകുട്ടിയുടെ പപ്പായും മമ്മി എന്തു പറയും? അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. യേശുക്രിസ്തുവോട് പറയുക ആമേൻ എന്ന് പറയണം. ആൺകുട്ടിയുടെ പപ്പായും മമ്മിയും ഒന്നും മിണ്ടിയില്ലെങ്കിലോ പെൺകുട്ടിയുടെ പപ്പായും മമ്മിയും ചിന്തിക്കും, ഞങ്ങൾ അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞിട്ടും ഇവരൊന്നും മിണ്ടുന്നില്ല, അതുകൊണ്ട് മിക്കവാറും 100 ലക്ഷം രൂപയും കൂടെ കൊടുക്കേണ്ടി വരുമായിരിക്കും. അങ്ങനെയുള്ളവരാണ് മിണ്ടാതിരിക്കുന്നത്. പെൺകുട്ടിയെ മാത്രം മതിയെന്നുള്ളവർ അപ്പോൾ തന്നെ എന്തു പറയും? അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഒരാൾ വാഗ്ദത്തം ചെയ്യുമ്പോൾ ആ വാഗ്ദത്തം ഒരു കവണൻ്റായി, ഒരു ഉടമ്പടിയായി അത് നിറവേറുവാൻ തുടങ്ങുവാൻ ഒരു സാഹചര്യം വരണമെങ്കിൽ വാഗ്ദത്തം പറയുന്ന ആൾ, ആ വാഗ്ദത്തം കേൾക്കുന്ന ആൾ ആ വാഗ്ദത്തത്തിൻ്റെ മേൽ വിശ്വസിച്ച് ആമേൻ പറയുന്ന ഒരാൾക്ക് മാത്രമേ ആ വാഗ്ദത്തം ലഭിക്കത്തുള്ളൂ. അപ്പോൾ ആൺകുട്ടിയുടെ പപ്പായും മമ്മിയും പറഞ്ഞു അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടും പെൺകുട്ടിയെ കിട്ടിയോ? ഇല്ല. 6 മാസത്തിന് ശേഷമാണ് വിവാഹം. 6 മാസത്തിന് മുൻപേ പെൺകുട്ടിയുടെ മമ്മിയും പപ്പായും പറഞ്ഞു ഞങ്ങളുടെ മകളെ നിങ്ങളുടെ മകന് തരികയാണ്. ഉടനെ ആൺകുട്ടിയുടെ പപ്പായും മമ്മിയും പറഞ്ഞു അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ആമേൻ പറഞ്ഞുവെങ്കിലും 6 മാസത്തിൻ്റെ ഒരു കാലയളവ് ഉണ്ടായിരുന്നു. ഇവർ പറഞ്ഞ വാഗ്ദത്തം ഇവർ ചെയ്തു, ഇവർ വിശ്വസ്തർ എന്ന് ആൺകുട്ടിയുടെ പപ്പായ്ക്കും മമ്മിക്കും മനസ്സിലാകുവാൻ 6 മാസം എടുക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ബൈബിളിൽ അനേകം. അതിനോട് നിങ്ങൾ ഉടൻ ആമേൻ പറയണം. പക്ഷെ ദൈവം അതിൻ്റെ സമയത്ത് അത് നിങ്ങളുടെ ജീവിതത്തിൽ തരും. അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ വിശ്വസ്തത അനുഭവിക്കുന്ന വർഷമായിരിക്കും. സംശയിക്കരുത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. സംശയിക്കരുത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അബ്രഹാമാണ്. അബ്രഹാമാണ് ഒരു പക്ഷേ വിശ്വാസികളുടെ പിതാവ് എന്ന് പറയുമ്പോൾ ഫാദർ ഓഫ് ഒരു സംഭവം. അതായത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുവാണ് ഫാദർ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ചാൾസ് ബാബേജ് എന്ന് പറഞ്ഞാൽ പുള്ളിയാണ് ആദ്യമായിട്ട് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചയാൾ. അതുപോലെ വിശ്വാസികളുടെ പിതാവ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് വിശ്വാസം കണ്ടുപിടിച്ച് വിശ്വാസം ഉണ്ടായിരുന്നൊരു വ്യക്തി എളുപ്പത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും നേടിയെടുത്തത് അബ്രഹാമാണ്. റോമർക്കെഴുതിയ ലേഖനത്തിലേക്ക് പോകാം. റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം. റോമർക്കെഴുതിയ ലേഖനം 1:17. അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായി കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നല്ലോ. മലയാളത്തിനേക്കാൾ ഇംഗ്ലീഷിൽ നമുക്ക് നോക്കാം. The righteousness of God is revealed from faith to faith. വിശ്വാസത്തിൽ നിന്നും ദൈവത്തിൻ്റെ നീതി, വിശ്വാസത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് ഉള്ളവർക്ക് ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ട് കിട്ടും. എന്താണ് ഈ വിശ്വാസം? നമ്മൾ ഈ വിശ്വാസം എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നു, അതുകൊണ്ട് നമ്മളും പറയുന്നു. യേശു ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. ഇതൊരു സാധാരണ വിശ്വാസമാണ്. ഇതിനേക്കാളും വിശ്വാസം വേറെ ഒരു പുള്ളിക്കുമുണ്ട്. ആരാന്നറിയാവോ? സാത്താൻ. കാരണം ബൈബിൾ പഠിപ്പിക്കുന്നു പിശാച് ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയും അവനെ കാണുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നു. നമുക്ക് വിറയലൊന്നുമില്ല. യഥാർത്ഥമായിട്ടുള്ളൊരു വിശ്വാസം എന്ന് പറയുന്നത് വിശ്വസ്തനായ ഒരു വ്യക്തി
വിശ്വസ്തനായ ഒരു ദൈവവുമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിശ്വാസമുള്ളൂ. നിങ്ങൾ ആമേൻ പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ ദൈവം വിശ്വസ്തനാണ്, നിങ്ങൾ വിശ്വസ്തനായിരുന്നാൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. രക്ഷിക്കപ്പെട്ടു, പ്രത്യാശ കേന്ദ്രത്തിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ മകനോ മകൾക്കോ ഒരു വിവാഹം വേണ്ടി വരും. എങ്ങനെ പ്രത്യാശ കേന്ദ്രത്തിൽ കിട്ടും? അപ്പോൾ എവിടെ നിന്ന് നമുക്കൊരു ആൺകുട്ടിയെ കിട്ടും എന്ന് പ്രത്യാശ കേന്ദ്രത്തിൽ വന്ന് രക്ഷിക്കപ്പെട്ട മാതാപിതാക്കളെല്ലാം ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ ദൈവം വിശ്വസ്തനാണ്. ദൈവം എന്താണ് പറഞ്ഞിട്ടുള്ളത്? നിന്റെ ഭാവി ആരുടെ കയ്യിലാകുന്നു? എൻ്റെ കയ്യിലാണ് ദൈവം പറഞ്ഞിരിക്കുക. പക്ഷെ നമ്മുടെ ഭാവി ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മളും വിശ്വസ്തരാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ പ്രത്യാശ കേന്ദ്രത്തിൽ നടക്കാനുള്ള സാധ്യതകളില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പുറത്തു നിന്നെങ്കിലും എവിടെ നിന്നെങ്കിലും ഒരാളെ കണ്ടുപിടിച്ച് അവനൊരു 6 മാസം കൊണ്ട് ഇടിച്ച് പഴുപ്പിച്ച് മാനസാന്തരപ്പെടുത്തി പ്രത്യാശ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്താം. അവിടെ പോയി നമ്മുടെ വിശ്വസ്തത. ശരിയല്ലേ ഞാൻ പറയുന്നത്? ദൈവം നൽകാം എന്ന് ദൈവം വിശ്വസ്തനായി പറഞ്ഞു. എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തനായിട്ട് കാത്തിരുന്നാൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട്. നമ്മൾ മാനുഷികമായിട്ട് പ്രവർത്തിച്ചാൽ നമ്മൾ കൈയടിക്കുകയോ സ്തോത്രം പറയുകയോ ചാടുകയോ മറിയുകയോ എന്തൊക്കെ ചെയ്താലും ദൈവം നോക്കുമ്പോൾ നമുക്ക് വിശ്വാസം ഇല്ല. ഹെബ്രായർക്കെഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വചനം. ഹെബ്രായർക്കെഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വചനം. ഹീബ്രൂസ് 11:6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടതല്ലോ. ബൈബിളിലെ വാക്യത്തിന് മാറ്റമൊന്നുമില്ല. ബൈബിളിൽ അറിയാം നമ്മളൊക്കെ ഇതുപോലെ ആകും. യേശുക്രിസ്തുവിന് പണ്ടേ അറിയാം നമ്മൾ ഇതേപോലെ ആകാനുള്ള സാധ്യതയുണ്ട്. ഇവന്മാരൊക്കെ രക്ഷിക്കപ്പെട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് കിട്ടാതാകുമ്പോൾ പിന്നും ലോകത്തോടൊക്കെ ഒന്ന് പോയി അവിടെ ഒരു വിവാഹമൊക്കെ നടത്തിയിട്ട് വീണ്ടും തിരിച്ചു വരും. നോ, ബൈബിൾ പഠിപ്പിക്കുന്നത് നോക്കുക. വിശ്വാസം കൂടാതെ നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ഒക്കത്തില്ല. 2 കാര്യത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണം. 2, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം, അതായത് അതിൻ്റെ ഉത്തരമുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഉത്തരമുണ്ട്. പഴയ നിയമത്തിലെ ദൈവം ഇത് വാഗ്ദത്തം ചെയ്തു. യെരമ്യാവ് 33:3. ജെറമ്യ chapter 33 verse 3. യെരമ്യാവ് 33:3. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം അരുളും. നീ അറിയാത്ത മഹത്തായ അഗോചരമായ ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. അപ്പോൾ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഉത്തരം തരും എന്നും വിശ്വസിക്കണം. ആ ഉത്തരം ഒരു സാധാരണ ഉത്തരം അല്ല. നീ അറിയാത്ത, നീ വിചാരിക്കാത്ത വലിയ കാര്യങ്ങൾ മാത്രമേ ദൈവം ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് ദൈവം എന്നിട്ടിരിക്കുന്നത്. മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ മനുഷ്യന് ചെയ്തു തരാൻ ഒക്കത്തുള്ളൂ. മനുഷ്യൻ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറം ചെയ്തു തരാൻ പറ്റുന്ന ഒരേ ഒരാളുള്ളൂ, സത്യ ഏക ദൈവമായ യേശു ക്രിസ്തുവിന് മാത്രം. ഈ ഒരു റിലേഷൻഷിപ്പിനെയാണ് വേദപുസ്തകം വിശ്വാസം എന്ന് വിളിക്കുന്നത്. ഈ റിലേഷൻഷിപ്പ് വേണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കണം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയെ അറിയണം. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വചനം പറയുന്നത്. റോമർക്കെഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വചനം. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ഈ വചനം മുഴുവൻ എഴുതിയിരിക്കുന്നത് ദൈവത്തെക്കുറിച്ചാണ്, യേശുവിനെ കുറിച്ചാണ്. ദൈവമാണ് എഴുതിയിരിക്കുന്നത്, ദൈവത്തെയാണ് ഫുൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഈ വചനം അറിഞ്ഞാലേ ഈ വചനത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ പുറത്ത് ദൈവം ഉണ്ടെന്നും വിശ്വസിക്കാനായിട്ടൊക്കും. ആമേൻ. മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ഭാര്യ ഭർത്താക്കന്മാർ എത്ര പേര് നമ്മൾ വിശ്വസിക്കുന്നു അടുത്തൊരു അബ്രഹാം ഞാനായിത്തീരും? എത്ര പേര് വിശ്വസിക്കുന്നു അടുത്തൊരു സാറ ഞാനായിത്തീരും? 100 വയസ്സുള്ളൊരു അപ്പച്ചൻ, ഏകദേശം അതിനോട് അടുപ്പിച്ച് പ്രായമുള്ളൊരു അമ്മച്ചി, ബലഹീനമായ അപ്പച്ചൻ, സ്ത്രീകളുടെ പതിവ് നിന്നുപോയി. ഇനി ഒരിക്കലും അവർക്ക് ഒരു മകനോ മകളോ ഉണ്ടാകത്തില്ല. ബൈബിൾ പഠിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ശക്തി
ശക്തി സാറമേൽ വന്നു. ദൈവം സാറയോട് പറഞ്ഞത് ആ ശക്തി ചെയ്തു. ഒരു അത്ഭുതം നടക്കുവാൻ മാനുഷികമായ ബുദ്ധി കൊണ്ടോ മാനുഷികമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണോ അത്ഭുതം നടക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ ആവശ്യമില്ല നമുക്ക്. എന്നാൽ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവം ചെയ്യുമ്പോഴാണ് മനുഷ്യന് ദൈവത്തിൻ്റെ ആവശ്യം ജീവിതത്തിലുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ അങ്ങനെയാണ് പ്രിയരെ. നിങ്ങൾ മാനുഷിക ബുദ്ധി കൊണ്ട് അത് ശരിയാക്കുവാൻ നോക്കിയാൽ ടെമ്പററി ആയിട്ട് ശരിയാകും, പക്ഷേ ഓൺ എ ലോങ് റൺ നിങ്ങൾ പരാജയപ്പെടും. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ കയ്യിൽ, യേശുവിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ചാൽ ദൈവം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാത്ത വലിയ കാര്യങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ. വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറയാം.